ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ പടക്ക കച്ചവടം തടയുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയാണെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ വി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. വ്യക്തികളും വഴിയോര കച്ചവടക്കാരും നടത്തുന്ന അനധികൃത പടക്ക കച്ചവടം ലൈസൻസോടെ പടക്ക കച്ചവടം നടത്തുന്നവരെ പ്രതിസന്ധിയിലാക്കുകയും അപകടങ്ങൾക്കിടയാക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിന്റെ ഈ കച്ചവടം ഒരിക്കലും ഇതേമായി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കർശന നിരോധനം ഉണ്ടായിട്ടും മേലധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരു അഭ്യർത്ഥന, ഞങ്ങൾ ഇത് എല്ലാ പബ്ലിക്കും അറിയുന്നതിന് വേണ്ടി, ഇത് നിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. ഇത് ഒരിക്കലും മേടിക്കാൻ സാധിക്കില്ല, മേടിക്കാൻ പാടില്ല ഓൺലൈൻ വഴി. അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ തേടുകയാണ്. ഓൺലൈൻ പടക്കച്ചവടം സുപ്രീം കോടതി നിരോധിച്ചതാണ്. അത് ഹൈക്കോടതി കൺഫേം ചെയ്തിട്ടുണ്ട്. മേലധികാരിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് ഉടനെ നിർത്തണമെന്നുള്ളത്. പക്ഷെ പ്രാവർത്തികമായിട്ട് ഇത് ബലത്തിൽ വന്നിട്ടില്ല. ശിവകാശി കേന്ദ്രമായാണ് അനധികൃത പടക്ക കച്ചവടം നടത്തുന്നത്. ഇത്തരത്തിൽ ശിവകാശിയിൽ നിന്നും പടക്കം കയറ്റിവന്ന ലോറി നടത്തറയിൽ പൊട്ടിത്തെറിച്ചു. അനധികൃതമായി പടക്കം കൊണ്ടുവന്ന മറ്റൊരു വാഹനത്തെ അസോസിയേഷൻ പ്രവർത്തകർ ഇടപെട്ടതുകൊണ്ട് പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. ഒരാൾക്ക് 100 kg പടക്കങ്ങൾ വാങ്ങാമെങ്കിലും പടക്കം കൊണ്ട് യാത്ര ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അനധികൃത വ്യാപാരം തടയണമെന്നാവശ്യം അധികൃതർ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പടക്ക സാധനങ്ങൾ 100 കിലോ വരെ ഒരു വ്യക്തിക്ക് മേടിക്കാം സ്വന്തം ഉപയോഗത്തിന്. പക്ഷെ അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റില്ല ലൈസൻസ് ഇല്ലാതെ. ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ അനുവദിച്ചിട്ടുള്ളൂ. ജില്ലാ പ്രസിഡന്റ് അനിൽ പി വിൽസൺ, ജില്ലാ സെക്രട്ടറി CA ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.